കഴിഞ്ഞ 2 മാസമായി കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്ന മന്ത്രിസഭാ വികസനത്തിന് ഒടുവിൽ അന്തിമ രൂപമായിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ 20 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലേക്കാണ് പുതിയ മന്ത്രിമാർ എത്തുന്നത്. ചില അപ്രതീക്ഷിത മാറ്റങ്ങളുമായാണ് പുതിയ മന്ത്രിസഭ വരുന്നത്. മുൻ മന്ത്രി ലക്ഷ്മി ഹെബ്ബാർക്കറിന് ഇത്തവണ അവസരം ലഭിച്ചേക്കില്ല. പകരം മറ്റൊരു വനിതാ MLAക്ക് കോൺഗ്രസ് അവസരം നൽകിയിട്ടുണ്ട്. അതേസമയം ഓഡിയോ ചോർച്ച വിവാദത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്ന MLA ജമീർ അഹമ്മദ് ഖാനും പുതിയ മന്ത്രിസഭയിൽ ഇടം നേടിയെന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ജൂൺ 3-ന് മുഖ്യമന്ത്രിക്കൊപ്പം 13 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അന്ന് ഒഴിവാക്കി വെച്ചിരുന്ന 20 മന്ത്രിസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തിയത്. പുതിയതായ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നവർ പുട്ടരംഗ ഷെഡ്ഡി, നരേന്ദ്രസ്വാമി, SS മല്ലികാർജുൻ, ലക്ഷ്മണൻ സവതി, KM ശിവലിംഗ ഗൌഡ, KS വസന്തപ്പ, രുദ്രപ്പ ലമാണി, ജമീർ അഹമ്മദ് ഖാൻ, വിജയാനന്ദ് കാശപ്പൻ, SC ബാലകൃഷ്ണൻ, സന്തോഷ് ലാഡ, ചെലുവാര സ്വാമി, ശിവരാജ, അതോടൊപ്പം ഡോക്ടർ അജയ് സിംഗ്, ബസവരാജ, റിസ്വാൻ അർഷദ്, T രഘുമൂർത്തി, ഗായത്രി ശാന്തിഗൌഡ, മധു ബാരംഗപ്പ, മംഗാളു വൈദ്യജാതി, അതോടൊപ്പം സമുദായം, മേഖല, ജില്ല എന്നീ ഘടകങ്ങൾ പരിഗണിച്ചും യുവജന പ്രതിനിധികൾക്ക് പ്രാധാന്യം ഉറപ്പാക്കിയുമാണ് പട്ടിക തയ്യാറാക്കിയതായാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുന ഖർഗെ, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി DK ശിവകുമാർ, രൺദീപ് സിംഗ് സുർജേവാല, KC വേണുഗോപാൽ എന്നിവർ പങ്കെടുത്ത തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് അന്തിമ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. പുതിയ മന്ത്രിമാർക്ക് ഏത് വകുപ്പിലേക്കാണ് നിയമനം ലഭിക്കുക എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ മന്ത്രിസഭാ വികസനത്തിന് ശേഷം കോൺഗ്രസിനുള്ളിൽ ചില അതൃപ്തി വരാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മന്ത്രിമാരെ തെരഞ്ഞെടുത്തതിൽ ജാതി, അതോടൊപ്പം തന്നെ സമുദായം, സന്തുലിതാവസ്ഥയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ലിംഗായത്ത് ഭാഗത്തിൽ നിന്ന് SS മല്ലികാർജുൻ, ബസവന്തരാജ് റായറെഡ്ഡി, ലക്ഷ്മൺ സവതി എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. ഒക്കലിംഗ സമുദായത്തിൽ നിന്ന് HC ബാലകൃഷ്ണ, KM ശിവലിംഗ ഗൌഡ, അതോടൊപ്പം തന്നെ ചെലുവായര സ്വാമി, ഗായത്രി ശാന്തിഗൌഡ എന്നിവർക്ക് അവസരം ലഭിച്ചു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സമീർ അഹമ്മദ് ഖാനും റിസ്വാൻ അർഷദും മന്ത്രിസഭയിലെത്തി. ദളിത് വിഭാഗത്തിൽ നിന്ന് ശിവരാജ് തഗൌഡി, നരേന്ദ്രസ്വാമി, KS വസന്തപ്പ, മംഗാളു വൈദ്യ എന്നിവർക്ക് പ്രാധാന്യം ലഭിച്ചു. അതേസമയം ദാവഗേരെ സൗത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് വിവാദത്തിൽപ്പെട്ട സമീർ അഹമ്മദ് ഖാൻ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസരം നൽകുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇടപെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിൽ താരപ്രചാരനായി കോൺഗ്രസ് അദ്ദേഹത്തെ കളത്തിൽ ഇറക്കിയിരുന്നു.